പ്രതിപക്ഷ ഉപനേതൃപദവിയിലെ CPI പിടിവാശിയിൽ പ്രതിസന്ധിയിലായി CPM. ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തേക്കും. CPIക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് CPM. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് ബിനോയ് വിശ്വം. ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് TP രാമകൃഷ്ണനും പറഞ്ഞു. പരിഹാരമുണ്ടാക്കാൻ കഴിയും. ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഒരു വെറും പക്ഷമല്ല. അതിന് രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രീയ ഐക്യമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർഷങ്ങളും നിൽക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛയുണ്ട് LDF ഓരോ പാർട്ടിക്കും. അത് CPIക്കുണ്ട്, CPMനുണ്ട്. കേരളത്തിൽ ഈ വിഷയത്തിൽ പരിഹാരമാകാത്തതാണ് ദേശീയ നേതൃത്വം ബന്ധപ്പെടുന്നത്. അതൊക്കെ നിങ്ങളുടെ വാർത്തകളല്ലേ. എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അങ്ങനെ സെക്രട്ടറി പറഞ്ഞു ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞു? മനസ്സിലായി. അത് പുതിയ കാര്യമല്ലല്ലോ. നേരത്തെ അറിയിച്ചു. ദൈനംദിന കാര്യങ്ങളെല്ലാം അപ്പോഴും അറിയിക്കാറുണ്ട്, എല്ലാ ദിവസവും അറിയിക്കാറുണ്ട്. പുതിയ കാര്യമല്ല. അത്തരം പ്രശ്നങ്ങൾ CPM CPI സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മുന്നണിയിൽ ഒരു പാർട്ടി മാത്രമല്ല, അതിൽ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം. അതെ, അതിനാണല്ലോ മുന്നണി, അതിനാണല്ലോ ചർച്ച നടത്തുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം. CPI ഇവിടെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിച്ചു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ തുടരും. വിജയൻ വായതോട് വിവരങ്ങൾ നൽകും. വിജയൻ, ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ആദ്യഘട്ടത്തിലെ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇരു കൂട്ടരും പറയുന്നത് ഇനിയും രമ്യമായ ചർച്ചകൾക്ക് സ്ഥാനമുണ്ട്, സമയമുണ്ട് എന്നാണ്. അപ്പോൾ പറയുന്നത്ര സ്മൂത്താണോ കാര്യങ്ങൾ? ഒരിക്കലുമല്ല, അങ്ങനെയല്ല. സ്മൂത്തായി പോകുന്ന കാര്യമല്ല. കാരണം ഒരു തവണ ഉഭയകക്ഷി ചർച്ച നടത്തിക്കഴിഞ്ഞു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ ബിനോയ് വിശ്വവും ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തി ചർച്ച നടത്തുകയും ചെയ്തു. ഇതിൽ പ്രധാന പ്രതിസന്ധി CPMനും CPIക്കും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ്. CPI ഉപനേതാവ് സ്ഥാനം വേണമെന്ന് നേരത്തെ പരസ്യമായി പറഞ്ഞതാണ്. അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിലൂടെ ഒരു പിൻവാങ്ങലിലൂടെയൊക്കെ ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. കാരണം ഇക്കാര്യത്തിൽ ഒരു ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം പരസ്യമായി പറയുകയും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്താൽ അത് CPIയുടെ നിലപാടിലെ തന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ടാണ് CPI ഇക്കാര്യത്തിൽ വാശി തുറന്നുകൊണ്ടിരിക്കുന്നത്. CPM പക്ഷേ അങ്ങനെ നൽകാൻ കഴിയില്ല. നിലവിൽ 7 അംഗങ്ങൾ മാത്രമാണ് CPIക്കുള്ളത്. 17 മത്സരിച്ചപ്പോൾ 7 MLAമാരാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ CPMന് 25 MLAമാരുണ്ട്. ഒരു കാലത്തും അത്തരത്തിലുള്ളൊരു ഉപനേതാവ് പദവി, പ്രതിപക്ഷ ഉപനേതാവ് പദവി അത് CPIക്ക് നൽകിയിട്ടില്ല. മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ, പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് ഉപനേതാവായി പ്രവർത്തിച്ചത്. സഭയുടെ പ്രതിപക്ഷ ഉപനേതാവായി അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. ഒരു ടെക്നിക്കലായി ഇത്തരത്തിൽ ഉപനേതാവ് എന്ന പദവി മാത്രമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് CPM വാദിക്കുന്നത്. അതിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളൊരു പദവി അത് നിയമസഭയുടെ ഔദ്യോഗിക രേഖകളിലൊന്നും ഉള്ള പദവിയല്ല. പക്ഷേ ഒരു രണ്ടാം ഘടകകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ്, ലീഗിനും ഒപ്പം തന്നെ അന്ന് CPMന് പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ CPMന്റെ പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ കോടിയേരി ബാലകൃഷ്ണനും ആയിരുന്നു ആ പദവികൾ നൽകിയിരുന്നത്. അതിന് ആണ് ഇപ്പോൾ തങ്ങൾക്ക് കൂടി അതിന് അവകാശം ഉണ്ട് എന്നുള്ള വാദം CPI ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലാണ് നിലവിൽ പ്രതിസന്ധി എന്തായാലും തുടരുന്നത്. ഇവരെല്ലാം പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. പാർട്ടികളാണ് അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സ്വീകരിച്ചിട്ടുള്ളത്. ബിനോയ് വിശ്വത്തിന്റെ ഒറ്റ തീരുമാനമല്ല. ബിനോയ് വിശ്വം അങ്ങനെ ഒരു ആവശ്യം പരസ്യമായി മുന്നോട്ട് വെച്ചു. അതിനെയാണ് CPIയുടെ സെക്രട്ടേറിയറ്റിലെയും ഒപ്പം തന്നെ കൗൺസിലെയും ഒക്കെ അംഗങ്ങൾ ആ പദവി നേടിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് അംഗങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPMന് മുന്നിൽ ഈ കാര്യം ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണ്. അക്കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഉപനേതാവ് വിഷയവുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിൽ ചർച്ചയുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച CPM ചെയ്യുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ TP രാമകൃഷ്ണനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരു ഫോർമുല ഉരുത്തിരിയുക, അത് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം, മറ്റ് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷം തീരുമാനം എന്നുള്ളതാണ്. അതിൽ ഒരുപക്ഷെ CPMന് മറ്റ് ഘടകകക്ഷികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി വേണ്ട, CPIക്ക് നൽകേണ്ടതില്ല, CPM തന്നെ ആ നേതൃപദവി ഏറ്റെടുത്താൽ മതി, അല്ലെങ്കിൽ ഉപനേതാവ് എന്നുള്ള പദവിയെ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് മാറുക എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന രണ്ടാം സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഉപനേതാവ് സ്ഥാനത്തിലുള്ള തർക്കം. ഈ നിയമസഭയിൽ ഔദ്യോഗികമായി അങ്ങനെ ഉപനേതാവില്ല. പിണറായി വിജയനാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് തൊട്ടടുത്തായി പ്രതിപക്ഷ നിരയിലെ ആദ്യത്തെ ആളായി ഇരിക്കുന്നത്. അതിന് തൊട്ട് അടുത്ത സീറ്റിൽ ഇരിക്കുന്നത് KN ബാലഗോപാലാണ്. പിന്നെയാണ് K രാജൻ CPIയുടെ അംഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ K രാജൻ
രാജൻ രണ്ടാം സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ഉപനേതാവ് പദവിയിലൂടെ CPI ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഉപനേതാവ് എന്നുള്ളൊരു പദവി അത് ആലങ്കാരികമായി നിലനിൽക്കുന്നതാണെങ്കിലും അത്തരത്തിൽ ഒരു പദവി കെ രാജന് നൽകിയാൽ കുറച്ചുകൂടി ആ ഉപനേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ഉടനീളം ഇടപെടാൻ കഴിയും. അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് എത്തണം എന്നുള്ളതാണ് CPIയുടെ ആവശ്യം. എന്തായാലും CPM അത് പൂർണ്ണമായും പരിഗണിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ CPI വാശി തുടരുന്ന സാഹചര്യത്തിൽ എന്ത് തീരുമാനം CPM കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ അല്ലെങ്കിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലോ അതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, വിജിൻ വയന്തോടാണ് വിവരങ്ങൾ നൽകിയത്.